കസ്റ്റമേഴ്സ് കൺഫ്യൂഷൻ ആവുന്നതും എന്നാൽ പല കമ്പനികളും ശ്രദ്ധിക്കാത്തമായിട്ടൊരു സംഭവം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിക്ക യുവാക്കളുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക യുവാക്കളുടെയും ഒരു ആഗ്രഹമാണ് ഒരു സൂപ്പർ ബൈക്ക് മേടിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു സൂപ്പർ ബൈക്ക് മേടിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ഇന്ധന വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൂപ്പർ ബൈക്ക് പോയിട്ട് ഒരു സാധാ ബൈക്ക് പോലും മേടിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ്. അങ്ങനെ ഇരിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ടൂ വീലർ, ഒരു ഇലക്ട്രിക് ബൈക്ക് എടുത്താൽ കൊള്ളാം എന്നുള്ള ചിന്ത വരും. പക്ഷേ അങ്ങനെ ഒരു ഇലക്ട്രിക് ബൈക്ക് എടുത്താലും ഒരു സൂപ്പർ ബൈക്ക് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സഫലമാവും ഇല്ല. പക്ഷേ ഇനി സഫലമാകും. കാരണം ജോയി ബൈക്സിൻ്റെ സൂപ്പർ ബൈക്ക് വന്നിട്ടുണ്ട്. അതും ഒരെണ്ണമല്ല, 4 മോഡൽസ്. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞ ആ ജോയി ബൈക്സിൻ്റെ സൂപ്പർ ബൈക്കുകൾ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന വില്ലന്മാരാണ്. ഈ 4 മോഡൽസിൻ്റെ പേരെന്നൊക്കെ പറയുന്നത് നല്ല രസകരമായിട്ടുള്ള പേരുകളാണ് കേട്ടോ. അതായത് ഒന്ന് വന്നിട്ട് തണ്ടർ ബോൾട്ട്, ഒന്ന് ബീസ്റ്റ്, ഒന്ന് സ്കൈലൈൻ, ഒന്ന് ഹരിക്കെയിൻ. അങ്ങനെയാണ് ഈ 4 മോഡൽസിൻ്റെ പേര് വരുന്നത്. ഈ 4 മോഡൽസും മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടില്ല ഒഫീഷ്യലി. അതിനു മുന്നേ നല്ല ചൂടനെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 4 മോഡൽസ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഒരേ സമയത്ത് പറഞ്ഞ് ഞാനും കൺഫ്യൂഷനായി, നിങ്ങളും കൺഫ്യൂഷൻ ആവും. അങ്ങനെയൊന്നും വരത്തില്ല. കാരണം വെച്ചാൽ 4 മോഡൽസും കാണാൻ ഡിഫറെൻറ്റ് ലുക്ക് ആണെങ്കിലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. സോ വലിയ പ്രശ്നം വരത്തില്ല. എന്തായാലും നമുക്ക് ഇന്ന് ഈ 4 മോഡൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഈ ഇരിക്കുന്ന സൂപ്പർ ബൈക്കുകൾ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയൊരു മോഡൽ എന്ന് പറയുന്നത് ഈ ബീസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ബീസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ മൊത്തം വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ബീസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ എന്തായാലും ഒരേ സമയം തന്നെ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഈ വണ്ടികളുടെ എല്ലാം ഒരു ലുക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബീസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഫ്രണ്ട് പോർഷനാണ്. സോ അതേ സൂപ്പർ ബൈക്കുകളുടെ ഫീൽ തോന്നിക്കുന്ന രീതിയിലാണ് ഫ്രണ്ട് നമ്മുടെ ബീസ്റ്റിന് കൊടുത്തേക്കുന്നത്. ഒരു കാവാസാക്കി വണ്ടിയുടെ ലുക്കൊക്കെ എങ്ങനെയാണ് ആ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബീസ്റ്റിൻ്റെ ഒരു ഡിസൈൻ അവർ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ 2 LED ഹെഡ്ലൈറ്റ്, അട്രാക്റ്റീവോടെ 2 കണ്ണുകൾ പോലെ തോന്നിക്കുന്ന LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നേരെ നെറ്റി ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 വശങ്ങളായിട്ട് ഒരു കുഞ്ഞ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നേരെ നമ്മുടെ സസ്പെൻഷൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് അവർ കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഡബിൾ ഡിസ്ക് ആണ്. ഫ്രണ്ട് ഭാഗം തന്നെ ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഫീൽ തന്നെയാണ്. അതിൽ വേറൊരു മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ മൾഗാർഡ് പോർഷനൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ല സ്ട്രോങ് മൾഗാർഡ് പോർഷനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമുക്ക് നേരെ വണ്ടിയുടെ ഒരു സൈഡ് വശങ്ങളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ഫെയറിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്ന ഒരു ഡെമോ പീസാണ് കേട്ടോ. സോ ചെറിയ സ്റ്റിക്കറിങ്ങിലൊക്കെ ചെറിയൊരു സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാര്യമാക്കണ്ട, ഒരു ഡെമോ പീസ് ആയതുകൊണ്ടാണ്. എന്തായാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബീസ്റ്റ് എന്ന് പറയുന്ന മോഡലിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല കവറിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്താണ് അറിയാലോ വണ്ടിയുടെ ബാറ്ററി വരുന്നത്. നമ്മുടെ മറ്റു ഇപ്പം വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് എൻജിൻ കവർ ചെയ്തുകൊണ്ടുള്ള സൈഡ് ഫെയറിംഗ് എന്ന് പറയും. പക്ഷേ ഇതിൽ നമുക്ക് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററിയൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് മനോഹരമായ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൾക്കി ഫീൽ തോന്നിക്കുന്ന ഒരു സൂപ്പർ ബൈക്ക് തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബൾക്കി ടാങ്കാണ് അവർ കൊടുത്തേക്കുന്നത്. ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ടാങ്കിൻ്റെ ഒരു ഡിസൈൻ എന്ന രീതിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ജോയി ബൈക്ക് എന്ന് എഴുതിയിട്ട് സൊല്യൂഷൻ ടു പൊല്യൂഷൻ എന്നുള്ള ഒരു ചെറിയ സ്റ്റിക്കറിങ് വർക്കുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടും സൈഡൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണ്, യാതൊരു മാറ്റമില്ല. നമുക്കിനി ഇതിൻ്റെ ഒരു പിൻഭാഗത്തെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിൻഭാഗത്ത് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ടത് ഈ ഇരിക്കുന്ന 4 വണ്ടികളുടെയും പിൻഭാഗം എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒരേ ഡിസൈനും കാര്യങ്ങളാണ് ഈ 4 വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ പിൻഭാഗത്ത് പറയുമ്പോഴത്തേക്ക് ഒരു LED ടെയിലാമ്പാണ്, ഒരു കൂർത്ത ഷേപ്പിലുള്ള LED ടെയിലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ഗ്രാബാർ ഡിസൈനാണ് അവർ ഈ ഒരു വണ്ടിക്ക് എല്ലാ വണ്ടികളും അവർ കൊടുത്തിട്ടുള്ളത്. പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല. പിന്നെ ടയറിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തേക്കുന്നത്. ഒരു ട്യൂബ്ലെസ് ടയറാണ്. ബാക്കിൽ വരുമ്പോഴത്തേക്ക് 140ൻ്റെ, ഫ്രണ്ടിൽ വരുമ്പോൾ 110ൻ്റെ 17 ഇഞ്ചിൻ്റെ ടയറാണ്. വളരെ വലിയൊരു സൂപ്പർ ബൈക്കിന് വേണ്ട ടയർ എങ്ങനെയാണോ ആ തരത്തിലുള്ള ഒരു ബൾക്കി ടയർ പോർഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഈ 4 വണ്ടികളിലും പിൻഭാഗത്ത് വരുന്ന ഡിസ്ക് ബ്രേക്കാണ്. കാരണം ഈ ഒരു വണ്ടി പറയുമ്പോൾ തന്നെ പിൻഭാഗം എല്ലാം ഒരേപോലെ എല്ലാ വണ്ടികളും കവറാവും. സോ അതുകൊണ്ടാണ് ഈ പിൻഭാഗത്ത് ഡിസൈനെല്ലാം പറഞ്ഞുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പിൻഭാഗത്ത് ആ ഒരു സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ മോണോ ഷോക്ക് ഒബ്സറാണ് അവർ പിൻഭാഗത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അറിയാലോ
നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. മോട്ടറും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ എല്ലാ വണ്ടികളും ഈ കാണുന്ന 4 വണ്ടിക്കും മോട്ടർ എന്ന് പറയുമ്പോൾ 5000 വാട്ട്സിൻ്റെ മോട്ടറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, DC ബ്രഷ്ലെസ് ഹബ് മോട്ടറാണ് അവർ ഈ 4 വണ്ടികൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഹരിക്കെയിൻ എന്ന് പറയുന്ന മോഡലിലോട്ട് വരാം. ഹരിക്കെയിൻ എന്ന മോഡലിൽ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് ആദ്യം നോക്കാം. ഫ്രണ്ട് പോർഷൻ നോക്കി, അതായത് നമ്മൾ നേരത്തെ കണ്ട ബീസ്റ്റിനെ പോലെ തന്നെ ഒരു ബൾക്കി ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളാണ് നമ്മുടെ ഹരിക്കെയിൻ എന്ന് പറയുന്ന മോഡലിന് അവർ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. കാരണം വെച്ചാലും ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, 2 പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ LED DRLM കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹരിക്കെയിന് മാത്രമല്ല നമ്മുടെ എല്ലാ മോഡൽസിലും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു ഭാഗത്തുണ്ടോ നമ്മളൊരു റേഡിയേറ്റർ ഫീൽ തോന്നിക്കുന്ന ഒരു ചെറിയൊരു ഡമ്മി വരുന്നുണ്ട്. ഈ മോഡൽസിലും എല്ലാ മോഡൽസിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡമ്മി പീസ് വരുന്നുണ്ട്. പിന്നെ 2 കുഞ്ഞ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ നമ്മുടെ ഹരിക്കെയിൻ എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഫ്രണ്ടൊക്കെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയറിൻ്റെ കാര്യങ്ങളായാലും 17 ഇഞ്ചിൻ്റെ 110ൻ്റെ ടയറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡബിൾ ഡിസ്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഫെയറിങ് കാര്യങ്ങൾ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റു വണ്ടികൾ ഇരിക്കും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടും ഈ ഒരു ഗ്രാബ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്, ഒരു റെഡ് കളറിലുള്ള. പിന്നെ ഒരു ബൾക്കി ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സൈഡ് ഫെയറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബീസ്റ്റ് എന്ന് പറയുന്ന മോഡലിനാണെങ്കിലും നമ്മുടെ ഈ ഹരിക്കെയിൻ എന്ന് പറയുന്ന മോഡലിനാണെങ്കിലും സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്, ലോക്കുള്ളതാണ്. നമുക്ക് ഈ പിൻഭാഗത്തൊരു ലോക്കുണ്ട്, ആ ലോക്ക് ഇളക്കി നമുക്ക് ഈ സീറ്റ് ഈ ബാക്ക് സൈഡ് ഇളക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നിലിരിക്കുന്ന ആളിന് ചവിട്ടാനുള്ള ഒരു ചെറിയൊരു പെഡലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നിലിരിക്കുന്ന ആൾ കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നോക്കേണ്ടത് നമ്മുടെ സ്കൈലൈൻ എന്ന് പറയുന്ന മോഡലാണ്. ഈ സ്കൈലൈൻ എന്ന് പറയുന്ന മോഡലും നമ്മുടെ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന മോഡലും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൈലൈൻ്റെ ഒരു ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് കാഴ്ച തന്നെ കാണാൻ മനസ്സിലാവും. ഒരു സ്പോർട്ടീവ് സൂപ്പർ ബൈക്ക് എങ്ങനെയാണ് ആ ഒരു ലുക്കിലാണ്, ഒരു കഴുകൻ്റെ കണ്ണുപോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എനിക്കിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ടോ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഭയങ്കര ഒരു ഹെവി ലുക്കാണ് നമ്മുടെ ഈ ഒരു സ്കൈലൈൻ എന്ന് പറയുന്ന മോഡലിന് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടത് ഇത് തന്നെയാണ്. ഒരു വലിയൊരു ഹെഡ് ആണ് അതിന് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ടോൾ വൈസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ആ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ ഡിസ്കൊക്കെ ആണെങ്കിലും ബാക്കി എല്ലാ വണ്ടികളും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡബിൾ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററിയുടെ ഭാഗത്ത് കവർ ചെയ്തുകൊണ്ട് നല്ല കിടിലം ഒരു സൈഡ് ഫെയറിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു എയർ വിൻഡോ പോലത്തെ ഡിസൈനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ വണ്ടിയുടെ നെയിം സ്കൈലൈൻ എന്നുള്ള ചെറിയ സ്റ്റിക്കറും വർക്കുകളും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ 2 സൈഡിലായിട്ടാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്കിലത്തെ ഡിസൈനൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ ബീസ്റ്റിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, എല്ലാ വണ്ടിയിലും സെയിം ആണ്. സോ അതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ എല്ലാ മോട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5000 വാട്ട്സിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസും ഇതിൻ്റെ ബാക്കിയുള്ള കിലോമീറ്ററും പവറും കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് നമ്മുടെ തണ്ടർ ബോൾട്ടും കൂടെ ഡീറ്റെയിൽ പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനത് നമ്മുടെ ഈ സ്കൈലൈനിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ നമ്മുടെ സ്കൈലൈൻ എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു ടാങ്ക് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ വണ്ടിയുടെയും ടാങ്ക് പോർഷൻ കാണുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തോന്നിക്കും, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്കിപ്പോൾ ടാങ്കിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമുക്ക് ഫ്യൂവൽ നിറയ്ക്കാനുള്ള ഒരു അതേ സെയിം ഡിസൈനും കാര്യങ്ങളും, പക്ഷേ ഇതിനകത്തൊന്നുമില്ല, വെറും പൊള്ളയാണ്. അപ്പം ഈ ഒരു സംഭവം തന്നെയാണ് എല്ലാ വണ്ടിയിലും വരുന്നത്. എല്ലാ വണ്ടിയുടെ ടാങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം ഇതുപോലൊരു അകത്തൊരു പൊള്ളയായിട്ടൊരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ. സോ എല്ലാ വണ്ടിയിലും സെയിം ആണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന മോഡലാണ്. തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന മോഡൽ നമ്മുടെ സ്കൈലൈൻ ആണെങ്കിൽ കാണാനായിട്ട് ഏകദേശമൊക്കെ സെയിം ആണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു ഹെഡ് പോർഷൻ അവർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ആ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ സ്കൈലൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പക്ഷേ എങ്കിലും ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണ് ലുക്കിൽ. ഫ്രണ്ടിൽ വലിയ ടോൾ വൈസർ വരുന്നുണ്ട്. പിന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 2 മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്ഷൻ വരുന്നുണ്ട്. ഫ്രണ്ടിലും നേരത്തെ പറഞ്ഞ യാതൊരു മാറ്റമില്ല, ഡബിൾ ഡിസ്ക്കാണ്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ഇനി അതുപോലെ ഇതിൻ്റെ സൈഡ് ഫെയറിങ്ങിന് നമുക്കിനി പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. കണ്ടല്ലോ, വളരെ കവേർഡ് ആയിട്ടുള്ള ഫുള്ളി കവർ ചെയ്തുകൊണ്ടുള്ള ബാറ്ററി ഭാഗം ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല രസമുണ്ട്. കണ്ടോ എൻ്റെ സീറ്റിൻ്റെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാടാ, കണ്ടോ ഈ സീറ്റിൻ്റെ ഒരു ഡിസൈൻ നോക്കി 4 വണ്ടികൾ
കണ്ടോ, സീറ്റിങ്ങിൻ്റെ ആ ഒരു രീതി കൊടുത്തേക്കുന്ന തന്നെ എല്ലാം ഏകദേശം വണ്ടിയുടെ ലുക്ക് ഡിഫറൻസ് ആണെങ്കിലും ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ 4 വണ്ടിക്കും ഏകദേശം സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. അതായത് മറ്റു ഇപ്പം പെട്രോൾ വണ്ടി ഏതും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, പല കസ്റ്റമേഴ്സ് കൺഫ്യൂഷൻ ആവുന്നതും എന്നാൽ പല കമ്പനികളും ശ്രദ്ധിക്കാത്തമായിട്ടൊരു സംഭവം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് പറഞ്ഞുതരാം. ആ ഒരു പ്രത്യേകം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്ക് ഞാൻ കുറച്ച് സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വണ്ടിയുടെ കീ ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേയിലുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, അത് ഞാൻ ആദ്യം നമുക്ക് എന്തായാലും നമ്മുടെ തണ്ടർ ബോൾട്ടിൽ തന്നെ പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ആ സ്വിച്ചസും അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്കൈലൈൻ, നമ്മുടെ ഈ സ്കൈലൈനിലാണെങ്കിലും നമ്മുടെ തണ്ടർ ബോൾട്ടിലാണെങ്കിലും അതിൻ്റെ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ 4 വണ്ടിയിലും വരുന്നത് എല്ലാം സെയിം ആണ്, ഒരു മാറ്റമില്ല. പക്ഷേ ഡിസ്പ്ലേയിൽ 2 വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്കൈലൈനിലും നമ്മുടെ ബീസ്റ്റ് എന്നീ 2 മോഡൽസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന വിഷ്വൽസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. അതാ ഇങ്ങോട്ട് വന്നേടാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സ്വിച്ചസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഇഗ്നീഷൻ ഓൺ ഓഫ് എന്നുള്ളൊരു സ്വിച്ച് കാണാൻ പറ്റും. ഇത് വെറുതെ ഡമ്മിക്ക് വെച്ചേക്കുന്നല്ല കേട്ടോ. ഇത് നമ്മൾ ഓൺ ആക്കിയാൽ മാത്രമേ വണ്ടി കൈ കൊടുത്താൽ മൂവ് ആവത്തുള്ളൂ. സോ ഇത് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഹോണിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, നമുക്ക് ഒരു പാസ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ 2 സൈഡിലും ഹോൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഈ വണ്ടികളെല്ലാം സെയിം ആണ് കേട്ടോ. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം സെയിം ആണ്. ഇത് കണ്ടോ, ഡ്രൈവിംഗ് മോഡാണ്, ഓരോ ഡ്രൈവിംഗ് മോഡാണ്. ഇത് സ്പോർട്സ് മോഡ്, ഇത് പവർ കൂടിയതാണ്. ഇത് നോർമൽ ഡ്രൈവ് മോഡ്, ഇത് പാർക്ക്, ഇത് റിവേഴ്സ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ ഈ വണ്ടികളിലെല്ലാം വരുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഓൺ ആക്കി നോക്കാം. നമ്മുടെ സ്കൈലൈൻ ആയാലും നമ്മുടെ തണ്ടർ ബോൾട്ട് ആയാലും ഡിസ്പ്ലേയിലൊക്കെ വിഷ്വൽ സെയിം ആണ്. ഡിസ്പ്ലേ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ്. ഒരു കുഞ്ഞ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ചാർജ് ലെവലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി കൈ കൊടുത്ത് പോകുമ്പോൾ ആ സ്പീഡിൻ്റെ റേഞ്ച് കാണിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ ഇവിടെ കിലോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കിലോമീറ്റർ ഓടുമ്പോഴുള്ള ആ റേഞ്ച് കാണിക്കുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കണ്ട ഒരു ബാറ്ററിയുടെ സിമ്പൽ വരുന്നുണ്ട്. പിന്നെ വണ്ടി ഓണായി എന്നുള്ള റെഡി, ഇനി മുന്നോട്ട് പോകാമെന്നുള്ള സിമ്പൽ കാണിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബീസ്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സംഭവങ്ങൾ നോക്കാം. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇതിൻ്റെ ബാക്കി സ്വിച്ചസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഒരു സംഭവം ഞാൻ എടുത്ത് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു USB സ്പോട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് USB ചാർജിങ്ങിൽ ഒരു സ്പോട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ തണ്ടർ ബോൾട്ടിലും അതേപോലെ ഒരു USB-യുടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ടൈറ്റ് ആണെന്ന് തോന്നിയിരിക്കുന്നത്. കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് USB സ്പോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹരിക്കേൻ എന്ന് പറയുന്ന മോഡലും അതേപോലെ തന്നെ ഒരു USB ചാർജിങ്ങിൻ്റെ ഒരു പോർഷൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് കണ്ടോ, എല്ലാ വണ്ടികളിലും ആ ഒരു സംഭവം വരുന്നത്. പക്ഷേ നമ്മുടെ സ്കൈലൈനിൽ ആ ഒരു സംഭവം ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൽ കാണാത്തതാണോ എന്തോ. സ്കൈലൈൻ മോഡലിൽ ഞാൻ ആ USB ചാർജിങ് സെക്ഷൻ ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ അവർ കൊടുത്തിട്ടില്ലായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൈലൈനിലാണെങ്കിലും നമ്മുടെ ബീസ്റ്റിലാണെങ്കിലും ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ സെയിം ആണ്. സോ എന്തായാലും ഞാൻ നമ്മുടെ ബീസ്റ്റിലുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഡിസ്പ്ലേ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലാണ് കാണിക്കുന്നത്. അതായത് ഫുൾ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു പച്ച കളർ കാണിക്കും. പിന്നെ 40% ആകുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ, പിന്നെ റെഡ്, ഇങ്ങനെ ഒരു ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ കിലോമീറ്ററിൻ്റെ റേഞ്ചും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ട്രിപ്പ് ആക്കാനുള്ള ചെറിയ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ ഈ 4 മോഡൽസിൻ്റെയും റിമോട്ടിൽ വരുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ക സെയിം മോഡലാണ്. അതുകൊണ്ട് ഒന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോർമൽ ഇപ്പോഴത്തെ ഇലക്ട്രിക് ബൈക്കുകൾ വരുമ്പോൾ തന്നെയുള്ള വണ്ടി നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ വണ്ടി എവിടെയാണ് നമുക്ക് വച്ചിരിക്കുന്നതെന്ന് കാണാനുള്ള ഒരു, നമുക്കെന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വണ്ടി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അടുത്ത് ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം ആൾറെഡി ഞാൻ പല നമ്മുടെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. സോ ഇതിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ലോക്ക് ചെയ്ത് അതിൻ്റെ ഒരു സൗണ്ടാണ്. അപ്പോൾ ഈ സംഭവം എല്ലാ വണ്ടികളുണ്ട്. ഇപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ടച്ച് ചെയ്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുകയോ ചെയ്താൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും കേട്ടോ. നമുക്കത് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ വണ്ടികളുടെ ബാക്കി കിലോമീറ്റർ റേഞ്ച് എങ്ങനെയാണ്, ഇത്ര മണിക്കൂർ എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ്. കാരണം വെച്ചാൽ എല്ലാ വണ്ടിക്കും ഏകദേശം സെയിം ആണ് വരുന്നത്. നമ്മുടെ ഹരിക്കേൻ എന്ന് പറയുന്ന മോഡൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ 4 മോഡൽസിൻ്റെ ബാറ്ററി മോട്ടർ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മുടെ എഞ്ചിൻ വരുന്ന എവിടെയാണ് ആ ഒരു ഭാഗത്താണ് ഈ 4 വണ്ടികളുടെ ബാറ്ററി കൊടുത്തേക്കുന്നത്. ലിത്തിയം അയൺ ബാറ്ററി തന്നെയാണ്
അവർ വണ്ടി കൊടുത്തേക്കുന്നത്. 73.6 വാൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ ഈ എല്ലാ വണ്ടികളും കൊടുത്തേക്കുന്നത്. ആംബവർ വരുമ്പോഴത്തേക്ക് 73 ആംബവർ വരുന്നത്. പക്ഷേ ഹരിക്കേൻ എന്ന് പറയുന്ന മോഡലിൽ മാത്രം ആംബവർ കുറവാണ്, 54 ആംബവർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മോട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു. 5000 വാട്ട്സിൻ്റെ മോട്ടറാണ് ഈ 4 വണ്ടികളും കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ 90 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് ഇപ്പം അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്ഡേഷൻ വല്ലതും വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ 90 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒരു ഫുൾ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 9 മണിക്കൂർ വരെ ടൈം കാണിക്കുന്നുണ്ട്. പക്ഷേ ഹരിക്കേൻ എന്ന് പറയുന്ന മോഡൽ വരുമ്പോഴത്തേക്ക് 7-7.5 മണിക്കൂർ മാത്രമേ ടൈം ആവുന്നുള്ളൂ. ചാർജിങ്ങിൻ്റെ ടൈമിൽ അപ്ഡേഷൻ വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ 150 കിലോ വരെ ലോഡ് കയറ്റാനുള്ള കപ്പാസിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അത് 4 വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, നമുക്കിതിൻ്റെ ഒരു റേഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അവർ കൊടുത്തേക്കുന്ന 115 കിലോമീറ്ററാണ് ഒരു ഫുൾ ചാർജിന് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കിലോമീറ്ററിൻ്റെ കാര്യത്തിലും അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ കാണിച്ചേക്കുന്ന 115 കിലോമീറ്റർ, ഒരു ഫുൾ ചാർജ് 115 കിലോമീറ്റർ ഓടാനുള്ള ഒരു റേഞ്ചാണ് അവർ ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ 4 വണ്ടികളുടെയും ഒരു കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6 യൂണിറ്റാണ്. ഒരു 0-ൽ നിന്ന് ഫുൾ ചാർജ് ആവാനായിട്ട് 6 യൂണിറ്റ് കറണ്ട് ചാർജ് മാത്രമേ ആവത്തുള്ളൂ കേട്ടോ. അതായത് ഒരു കിലോമീറ്ററിന് പെർ കിലോമീറ്റർ 40 പൈസയാണ് അവർ കണക്ക് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ എടുത്ത് പറയേണ്ടത്, ഞാൻ നേരത്തെ ഇങ്ങനത്തെ തുടക്കത്തിൽ ഒരു സംഭവം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് മറ്റു വണ്ടികൾ, അതിപ്പം പെട്രോൾ സെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സെക്ഷൻ ആയിക്കോട്ടെ, മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കാരണം മറ്റു ബൈക്കുകൾ ഇറങ്ങുമ്പോൾ, ഒരേ സെഗ്മെൻറ്റിലുള്ള ബൈക്കുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു 4 ബൈക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ 4 മോഡൽസിൽ ചിലപ്പം ബീസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഹരിക്കേൻ ആയിരിക്കാം. 4ലും പല മോഡൽസ് ഉണ്ടല്ലോ. പക്ഷേ മറ്റു വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് 4നും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും പവറും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ബീസ്റ്റാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, പക്ഷേ പവർ കൂടുതലുള്ള ചിലപ്പോൾ ഹരിക്കേൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സ്കൈ ലൈൻ ആയിരിക്കും, പക്ഷേ പവർ കൂടുതലുള്ളത് ചിലപ്പോൾ തണ്ടർ ബോൾട്ടിനായിരിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. പക്ഷേ എനിക്കിതിലൊരു നല്ല കാര്യമായിട്ട് തോന്നിയത് കൺഫ്യൂഷൻ വേണ്ട. കാരണം ഈ 4 വണ്ടികളുടെയും പവറും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ചെറിയ ഡിഫറൻസ് മാത്രം നമ്മുടെ ഈ ഹരിക്കേൻ എന്ന് പറയുന്ന മോഡൽ വരുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ചാൻസില്ല. ഒരുപാട് നമ്മൾ കൺഫ്യൂഷൻ ആവില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലായതോ നമുക്ക് അത് തന്നെ എടുക്കാം. കാരണം മറ്റേ വണ്ടിക്ക് പവർ കൂടുതലാണല്ലോ എന്നുള്ള ചിന്ത വരില്ല. കാരണം അതിനെല്ലാം സെയിം പവറാണ്. സോ അങ്ങനെ ഒരു നല്ല കാര്യം നമ്മുടെ ഈ ജോയി ബൈക്സിൻ്റെ ഈ ഒരു ബൈക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ 4 വണ്ടികളുടെയും വെയിറ്റ് എന്ന് പറയുന്നത് 115 കിലോ ആണ്. ഈ 4 വണ്ടികളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ഒക്കെ ഏകദേശം എല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വണ്ടി ചാർജിങ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതേ കണ്ടോ, ഈ ഒരു ഭാഗത്താണ്. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇതേ സെയിം സ്പോട്ടിൽ തന്നെയാണ് എല്ലാ വണ്ടികളുടെയും ചാർജിങ് സ്പോട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ തണ്ടർ ബോൾട്ടിലാണെങ്കിലും നമ്മുടെ ബീസ്റ്റ് എന്ന് പറയുന്ന മോഡൽ എല്ലാത്തിലും കണ്ടോ, ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചേസൊക്കെ നല്ല ഹെവി സ്ട്രോങ് ചേസസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിൽ വേറെ വിട്ടുവീഴ്ചയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല ഹെവി സ്ട്രോങ് ചേസസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോഴത്തേക്കും അതിൻ്റെ ബോഡിയിൽ കുറച്ച് വെയിറ്റ് കുറച്ചൊക്കെയാണ് ഇറക്കുന്നത്, കാരണം കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടാനായിട്ട്. പക്ഷേ എങ്കിലും ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 115 കിലോ വെയിറ്റ് വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി, എല്ലാ പാർട്ടുകൾക്കും നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സീറ്റിൻ്റെ ഹൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. സീറ്റ് ഓപ്പൺ ആക്കുമ്പം നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കേട്ടോ, സീറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു MCB സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നമ്മുടെ വണ്ടി ചാർജ് ഇട്ടേക്കുവാണ്. നമ്മളിപ്പം കുറച്ച് ദിവസം വണ്ടി എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്കിത് ഓഫാക്കി ഇടാം. അപ്പം ചാർജ് അതിന് തന്നെ ഹോൾഡായി നിൽക്കും. ഇല്ലാത്ത സമയത്ത് നമ്മൾ ഓൺ, ഇല്ലാത്ത സമയത്ത് നല്ല സമയത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിത് ഓണാക്കി തന്നെ ഇടണം. വെറുതെ ഓഫാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇത് എല്ലാ ഇലക്ട്രിക് 2 വീലറിലും വരുന്ന സംഭവമാണ്. സോ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ഓക്കെ, റൈഡിങ് ഒരു പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിച്ച് നോക്കുന്നില്ല, ജസ്റ്റ് അതിലൊന്ന് നമുക്ക് ഇരുന്ന് നോക്കുമ്പോഴത്തേ എൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ഏകദേശം ഒരു 6 അടി അടുപ്പിച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. നമ്മുടെ ഹരിക്കേനിലാണെങ്കിലും ബീസ്റ്റിലാണെങ്കിലും ഈ ഒരു റൈഡിങ് ലെവൽ സെയിം ആണ്. നമ്മുടെ സ്കൈലൈനും തണ്ടർ ബോൾട്ടും വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കൊടുത്തിരിക്കുന്നത് 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 177 mm, നല്ല അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 4 മോഡലിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാ, നമ്മുടെ മറ്റു ബൈക്കിൽ ഇത് ക്ലച്ച് അല്ല, ഇത് 2 ബ്രേക്കാണ്. നമുക്ക് കാല് വയ്ക്കുന്ന ആ ഒരു സ്പോട്ടിൽ നമുക്ക് അവിടെ ഒന്നുമില്ല, മനസ്സിലായി, ബ്രേക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് കാല് ഹോൾഡ് വയ്ക്കാനുള്ള ഒരു
പെഡൽ മാത്രമേ വരുന്നുള്ളൂ. ബ്രേക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് ബാക്കും ബാക്കും വരുന്ന എല്ലാം എന്താ നമ്മുടെ ആക്റ്റീവയിലൊക്കെ നമ്മുടെ നോർമൽ ഗിയർലെസ് വണ്ടികൾ വരുമ്പോഴത്തെ ഈ ഒരു സെറ്റപ്പാണ്. സോ ആ ഒരു കാര്യം ഓർക്കുക. ചിലപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്നൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ മാറിക്കൊള്ളും. സോ ഇതാണ് അതിൻ്റെ ഒരു റൈഡിങ് ലെവലിലോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ സ്കൈലൈൻ്റെ ഒരു സീറ്റിംഗ് ലെവലും കൂടെ നോക്കാം. സ്കൈലൈൻ്റെ സീറ്റിംഗ് ലെവൽ നോക്കുമ്പോൾ നോക്കിയോളെ കണ്ടോ, കുറച്ച് മറ്റേ ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടിരുന്നെങ്കിൽ ഇത് കുറച്ചൊന്ന് നമ്മുടെ സ്പോർട്ടി ബൈക്കൊക്കെ ഓടിക്കുന്ന ആ ഒരു ലുക്കിലാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ അവർ ചെയ്തേക്കുന്നത്. എന്തായാലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ബൈക്ക് തന്നെയാണ്. എന്തായാലും വളരെ ഹെവി ലുക്കിൽ തന്നെയാണ് അവർ ഈ 4 മോഡൽസും ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു സൂപ്പർ ബൈക്ക് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും എല്ലാവർക്കും സഫലമാകും. കാരണം ആൾറെഡി ഇലക്ട്രിക് ബൈക്കുകളിൽ സൂപ്പർ ബൈക്ക് എന്ന മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൽ ചിലതിനൊക്കെ പ്രശ്നം വെച്ചാൽ ചിലത് ഇപ്പോഴും അതിൻ്റെ പക്ക രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊന്നും സ്റ്റാർട്ടായിട്ടില്ല. സെയിൽസിലാണെങ്കിലും പല ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ജോയി ബൈക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ജോയി ബൈക്സ് നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് എടുക്കുമ്പോഴത്തേക്ക്, ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന രീതിയിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആകെ വരുന്ന ഒരു ഡിഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രിക് ഒരു സൂപ്പർ ബൈക്ക് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ സൗണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു ഹരം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ആ ഒരു സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടത്തില്ല. പക്ഷേ അറിയാമല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇന്ധന വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സൂപ്പർ ബൈക്ക് എന്ന രീതിയിലൊരു ബൈക്കും ആവും, എന്നാൽ ഫ്യൂവലിൻ്റെ ചാർജോ കാര്യങ്ങളൊന്നും പേടിക്കാൻ വേണ്ട. സോ എന്തായാലും ഈ 4 മോഡൽസ് നമ്മുടെ തണ്ടർബോൾട്ട്, ബീസ്റ്റ്, സ്കൈലൈൻ, ഹരിക്കെയിൻ ഈ 4 മോഡൽസും മാർക്കറ്റിൽ ഇറങ്ങുന്നതോടുകൂടി ഒരു നല്ല രീതിയിലുള്ള ഒരു വിജയം കാഴ്ചവെക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇന്നത്തെ ഈ 4 മോഡൽസും നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് തിരുവനന്തപുരത്ത് മുട്ടത്തറയിലുള്ള ജോയി ബൈക്സിൻ്റെ ഡീലറായ വിഘ്നേശ്വര മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് ഇന്ന് ഈ വണ്ടികളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയത്. സോ വലിയൊരു താങ്ക്സ് പറയാണ് നമ്മുടെ വിഘ്നേശ്വര മോട്ടോഴ്സിലോട്ട്. മാത്രമല്ല തിരുവനന്തപുരത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡീലർഷിപ്പ് കൂടെയാണ്, ജോയി ബൈക്സിൻ്റെ ഡീലർഷിപ്പ് കൂടെയാണ് ഈ വിഘ്നേശ്വര മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയി ബൈക്സിൻ്റെ എൻക്വയറീസിനും കാര്യങ്ങളും വേണ്ടി അവരെ വിളിക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.